ഈ പടത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും ഞാൻ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ കഥ ഷെമ്പരക്കഥയാണ്. കൂടാതെ ഇതിൽ ഞാൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ജോൺ എന്ന് പറഞ്ഞ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ സ്ഥലത്തിൻ്റെ നിർമ്മാണത്തിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നായകൻ ജോയി. വേറെ ഒരുപാട് പേരുണ്ട്. ഐഷയുണ്ട്, കോട്ടയം അവരൊക്കെ ഡയറക്ഷൻ വരാൻ ചെയ്യുന്നത്. എന്തായാലും ചിത്രം ഒരു വിജയമാക്കി രണ്ടാം വാരത്തിലേക്ക് ആക്കി തന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ സിനിമ ഒരു വിജയമാക്കി തന്നതിൽ. കാരണം ഇതൊരു ത്രില്ലർ മൂവിയാണ്, പരിമിതികളുണ്ട്, കുഞ്ഞു പടമാണ്. അപ്പോൾ പ്രേക്ഷകരുടെ നല്ല രീതിയിലായിട്ട് വിജയിപ്പിച്ചു തന്നു. അതിന് എല്ലാ പ്രേക്ഷകരോടും ഈ അവസരത്തിൽ നന്ദിയായിട്ട്. കൂടാതെ നിങ്ങളിത് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത എല്ലാ മീഡിയാസിനും ഇതിനോട് എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാത്തിനുപരിയായി ദൈവത്തിനും നന്ദിപ്പെടുകയാണ്. എന്തായാലും ഇനിയും നല്ല ചിത്രങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രേക്ഷകരായ നിങ്ങൾ തന്നെ, കൂടാതെ മീഡിയസായി നിങ്ങളുടെ അനുഗ്രഹവും പ്രോത്സാഹനങ്ങളും ഉണ്ടാകും. ഇതുപോലുള്ള നല്ല നല്ല സിനിമ ചെയ്യാനുള്ള അവസരം ചെയ്യുന്നതായ എന്തായാലും ചിത്രം രണ്ടാം വാരത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം നിങ്ങൾ പങ്കുചേരുന്നതിൽ വളരെ വളരെ സന്തോഷം. താങ്ക് യു. ഇനി രണ്ട് നായകൻ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ സിനിമയെ ഇത്രയും വിജയകരമായി തീർക്കാൻ സഹായിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സന്തോഷം നമ്മൾ പങ്കിടുന്നതിനായി ഇപ്പോൾ നമ്മൾ ഈ എറണാകുളത്ത് ഈ തിയേറ്ററിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. എനിക്ക് ഈ സിനിമയുടെ ടീമിനെ എല്ലാവരോടും ഇതിൻ്റെ വിതരണവും SFCയും അതിൻ്റെ PRO അതുപോലെ കലാപം മധുചേട്ടൻ, ഇതിൻ്റെ കഥ ഷമീർ, അതുപോലെ തന്നെ സംവിധായകൻ TS സാബു, എല്ലാവരോടും നന്ദി പറയുകയാണ്. കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ പടത്തെ രണ്ടാം വാരത്തിലേക്ക് ഒരു എത്തിച്ച എറണാകുളം സംഗീതയിൽ ഇപ്പോൾ നമ്മളുള്ളത്, അതുപോലെ തന്നെ ഈ പടത്തെ രണ്ടാം വാരത്തിലേക്ക് എത്തിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഞങ്ങളുടെ ടീം ബെന്നറ്റിനെ അടുത്ത പടത്തിനായി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. നിങ്ങളിങ്ങോട്ട് വന്ന് കണ്ടത് ഇത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. സോറി, ഒന്നും വിചാരിക്കല്ലേ. നിങ്ങൾ വന്നാൽ ഞങ്ങളവിടെ കാണില്ല. അവസാനം ഷുഗർ അടിച്ച് മറന്നു പോകും.